ആ ഔലിയാക്കൾ കിടക്കുന്ന സ്ഥലത്തിന് ബഹുമാനമാണ്. ആ സാലിഹീങ്ങൾ അവരെ വിനയം കണ്ടോ, അവർക്കാരോടും പകയില്ല, വിദ്വേഷമില്ല, ആരോടും അവരെ മനസ്സിൽ വെറുപ്പില്ല. ഔലിയാക്കൾ അങ്ങനെയാണ്. അവരെ പച്ചയായി ചീത്ത പറഞ്ഞാൽ അവർക്ക് ചൂടാകൂല, അവരെ കുറ്റം പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കൂല. നിങ്ങൾ നോക്കൂ, ഔലിയാക്കളുടെ നേതാവ് സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ, ഒരു ചെറുപ്പക്കാരൻ ചീത്ത പറഞ്ഞു, കുറ്റം പറഞ്ഞു, മൂപ്പർക്ക് ദേഷ്യമൊന്നും പിടിച്ചില്ല. ഒരാൾ പോയിട്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ചീത്ത പറഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. മൂപ്പരെന്താ ചെയ്തത്? ചീത്ത പറഞ്ഞാളോട് ദേഷ്യം പിടിച്ചോ, ശപിച്ചോ, ലാനത്ത് ചെയ്തോ, കുറ്റം പറഞ്ഞോ, കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പിടിച്ചോ? ഒന്നും ചെയ്തില്ല. അവനെന്താ ചെയ്തത്? പച്ചയായി ചീത്ത പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ പറ്റി മൂപ്പര് ചിന്തിച്ചു. അവൻ വിവരമില്ലാത്തവനാണ്. വിവരമുള്ളവൻ ചീത്ത പറയൂല, കുറ്റം പറയൂല, ഗീബത്ത് പറയൂല. വിവരമുള്ളവൻ, തഖ്വയുള്ളവൻ ഒരാളൊരു തെറ്റ് കണ്ടാൽ തന്നെ അദ്ദേഹത്തെ സ്വകാര്യം വിളിച്ച് ഉപദേശിക്കുകയല്ലാതെ ചീത്ത പറയൂല, ഭീഷണിപ്പെടുത്തൂല. അയാൾക്ക് വിവരമില്ലാത്തൊരു പാവപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കി. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു, ഈത്തപ്പഴം കാരക്ക നിറച്ചു. ആ കൊട്ടയെടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് ചീത്ത പറഞ്ഞവന്റെ പേർക്ക് പോയി, ചീത്ത പറഞ്ഞവന്റെ പരയെ പോയി. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഈ ഈത്തപ്പഴവും കൊട്ടയും കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ എന്നെ കുറെ ചീത്ത പറഞ്ഞ് കുറ്റം പറഞ്ഞ് ആഖിറത്തിലേക്ക് നീ സമ്പാദിച്ചു വെച്ച ഒരുപാട് സമ്പാദ്യം എന്റെ അക്കൗണ്ടിൽ ഇടുന്നതായി ഞാൻ അറിഞ്ഞു, എനിക്ക് ഹദിയ ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞു. എന്റെ നിസ്കാരവും നോമ്പും ഒക്കെ എന്റെ കുറ്റം പറഞ്ഞിട്ട് നീ ഇങ്ങനെ എനിക്ക് എന്റെ പേരിലാക്കുന്നതായി ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, നിനക്കെന്തെങ്കിലും ഒരു ഹദിയ തരണ്ടേ? ദുനിയാവിലേക്ക് ഞാൻ സമ്പാദിച്ചു വെച്ച കുറച്ച് കാരക്ക ഈത്തപ്പഴുണ്ട്, അത് നിനക്ക് ഞാൻ ഹദിയ തരാന്ന് വിചാരിച്ചു. ആഖിറത്തിലേക്ക് സമ്പാദിച്ചത് നീ എനിക്കൊന്നു, അപ്പൊ ദുനിയാവിലേക്ക് സമ്പാദിച്ചത് നിനക്കും തരാന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ഹദിയ കൊണ്ട് തന്നിട്ടുണ്ട്, സ്വീകരിക്കണോ? ആരോട്? ചീത്ത പറയുന്ന ആളോട്, കുറ്റം പറയുന്ന ആളോട്. അതാ ഔലിയാക്കൾ, അതാണ് ഔലിയാക്കൾ, അതാ ആലിമീങ്ങൾ.